ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പഞ്ചപ്പാടം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഞാൻ കണ്ടതുപോലെ തന്നെ വളരെ കുറഞ്ഞ ഫീസിൽ വെറും 10,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് UPSCക്ക് വേണ്ടിയുള്ള പഠനം നടത്താൻ പറ്റുന്ന കോഴ്സിനെ കുറിച്ചാണ് പുതിയ ബാച്ച് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻ പ്ലസ് PCM എന്ന് പറയും. നമുക്കറിയാം പൊതുവെ ഫൗണ്ടേഷൻ പ്ലസ് PCM എന്ന് പറയുമ്പോൾ പ്രിലിംസ് കം മെയിൻസ് പ്രോഗ്രാമിലേക്കാണ്. നമുക്കറിയാം പൊതുവെ UPSCയിലേക്ക് എന്ന് പറയുന്നത് വലിയ ഫീസ് കൊടുത്ത് പഠിക്കേണ്ടി വരികയാണ്. അത്തരത്തിലുള്ള ഒരു സമയത്താണ് കുറഞ്ഞ ഫീസ് കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോഗ്രാം നമ്മൾ നടത്തുന്നത്. വളരെ കുറഞ്ഞ ഫീസിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾക്കും പഠിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണ് ഫൗണ്ടേഷൻ പ്ലസ് PCM എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഓഫറിൽ 25,000 വരുന്ന പ്രോഗ്രാം നിങ്ങൾക്ക് 10,000 തന്നെയാണ് ഒരു ഓഫറിലാണ്. അത് ആ ഓഫറിൽ കുറച്ച് കുട്ടികൾക്കാണ് പുതിയ ബാച്ചിലോട്ടുള്ള ഡിസംബർ ബാച്ചിലോട്ടുള്ള. അപ്പോൾ അത് താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ആ ഒരു ഓഫറിൽ ജോയിൻ ചെയ്യണം താല്പര്യമുള്ള വിദ്യാർത്ഥികൾ എന്ത് ചെയ്യും, ഉടൻ തന്നെ നമ്പറുമായിട്ട് ബന്ധപ്പെടാം. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നതാണ് തുടർച്ചയായിട്ട് ഞാൻ വീഡിയോയുടെ ഭാഗമായിട്ട് പറയുന്നത്. പൂർണ്ണമായിട്ട് കേൾക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വളരെ നമ്പറുമായിട്ട് ബന്ധപ്പെടുക, അല്ലെങ്കിൽ കമൻ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ പ്ലസ് PCM ആണ്. ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള NCERT SCERT മുതൽ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. SCERT കൂടെ ചെയ്യുന്നത് KS കൂടി നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. KS പഠിക്കുന്നവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പ്രോഗ്രാം ഉള്ളത്. അപ്പോൾ SCERT NCERT അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സും കാര്യങ്ങളും അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. പിന്നെ PCM എന്ന് പറയുമ്പോൾ പ്രിലിംസ് കം മെയിൻസ്, ആ പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ പ്രോഗ്രാം പോകുന്നത്. അപ്പോൾ അത് എന്ന് പറയുന്നത് ഡെയിലി ബേസിൽ ക്ലാസ് വരുന്നുണ്ട്. നമുക്ക് വർക്ക് ചെയ്യുന്നവർക്കും വീട്ടമ്മമാർക്കും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള, മറ്റുള്ള കോളേജ് വിദ്യാർത്ഥികൾക്കൊക്കെ പറ്റുന്ന രീതിയിലുള്ള ടൈമിംഗ് ആണ്. ഈവനിങ് ആയിട്ടുള്ള ക്ലാസ്, മോർണിംഗ് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെയാണ് നടക്കുന്നത്. ഇന്ററാക്റ്റീവ് ക്ലാസ് ആണ്. അപ്പോൾ ലൈവായിട്ട് ഇന്ററാക്റ്റീവ് ക്ലാസ് പ്ലസ് നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ ക്ലാസ് കാണാൻ പറ്റിയില്ലെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരാളാണെങ്കിലോ ഒക്കെ അവർക്ക് വേണ്ടി എത്തിയിരുന്നത് ക്ലാസ് കഴിഞ്ഞാൽ 1 മണിക്കൂർ കഴിഞ്ഞാൽ അതിൻ്റെ റെക്കോർഡിങ്സും പ്രൊവൈഡ് ചെയ്യും. ആ റെക്കോർഡിങ്സ് അൺലിമിറ്റഡ് വാലിഡിറ്റി ഉണ്ടാവും. നിങ്ങൾക്ക് എത്ര വർഷം വരെ എന്ത് ചെയ്യാം അത് ഉപയോഗിക്കാം. സിലബസിലൊന്നും മാറ്റം വരുന്നില്ല. കണ്ടന്റ് ഓൾമോസ്റ്റ് സെയിം ആണ്. ക്വസ്റ്റ്യൻ്റെ പാറ്റേണും കാര്യങ്ങൾക്ക് മാത്രമേ മാറുന്നുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള റെക്കോർഡിംഗ് അതിന് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കംപ്ലീറ്റ് മെറ്റീരിയൽ ആവും. എല്ലാ സബ്ജക്ട്സിനും വളരെ ഷോർട്ട് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ട്. നിങ്ങൾക്ക് റിവിഷന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ പറ്റുന്നത്. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് നോട്ട് ചെയ്തിട്ടാക്കേണ്ട ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ പറ്റും. കാരണം എല്ലാത്തിനും നമ്മൾ ലക്ഷ്മികാന്ത് ലക്ഷ്മികാന്ത് എഴുതുന്ന ലക്ഷ്മികാന്ത് എന്തായാലും വായിക്കണം. അത് വെച്ച് നമ്മുടെ ക്ലാസ് ഉണ്ടാവും. പിന്നെ നമുക്ക് വളരെ ഷോർട്ട് ആയിട്ട് ലക്ഷ്മികാന്തിന്റെ നോട്ട്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ലക്ഷ്മികാന്തിന്റെ 1000 പേജാണ്, നമ്മുടെ 200 പേജ് നോട്ടാക്കി തരും. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ നോട്ട് ഉപയോഗിച്ചുകൊണ്ട് റിവിഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫാസ്റ്റ് ആയിട്ട് റിവിഷൻ ചെയ്യാനും കൂടുതൽ പ്രാവശ്യം വായിക്കാനൊക്കെ എന്ത് ചെയ്യും അത് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കംപ്ലീറ്റ് സബ്ജക്ട്സിന് നോട്ട്സ് അതിന്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻക്ലൂഡിങ് എത്തിക്സ് അടക്കം നിങ്ങൾ ക്ലാസ് ആയിട്ട് എന്ത് ചെയ്തിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ NCERT ക്ലാസ് ഉണ്ട് പറഞ്ഞു, കംപ്ലീറ്റ് സിലബസ് ക്ലാസ് ഉണ്ട്. പിന്നെ ഓപ്ഷൻ സബ്ജക്റ്റ് ക്ലാസ്സുകളുണ്ട്. ഇവിടെയുള്ള ഓപ്ഷൻ സബ്ജക്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. കൂടാതെ 1 ഇയർ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സും ഡീറ്റെയിൽ ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്ലാസ് ഉണ്ടാവും. ഇപ്പോൾ ഓൾറെഡി മന്ത്ലി ബേസിലുള്ള ക്ലാസ് പ്രൊവൈഡ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ കൂടെ തന്നെ ഇനി എന്ത് ചെയ്യുന്നത് ഡെയിലി ബേസിലുള്ള കറണ്ട് അഫയേഴ്സ് ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇത്തരത്തിൽ ഡീറ്റെയിൽ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് വരുന്ന പ്രോഗ്രാമാണ് നമ്മുടെ ഫൗണ്ടേഷൻ പ്ലസ് PCM എന്ന് പറയുന്നത്. അപ്പോൾ അത് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായിട്ട് നമ്മളുമായിട്ട് ബന്ധപ്പെടാം. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. ഈ ഒരു ഓഫറിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ ലേറ്റ് ആവാതെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നതാണ് ഇൻഡിവിജ്വൽ മെന്ററിംഗ്. അപ്പോൾ ഇൻഡിവിജ്വൽ മെന്ററിങ്ങോട് കൂടി മെന്ററിംഗ് ഇല്ലാതെ ജോയിൻ ചെയ്യാൻ പറ്റും. പക്ഷെ മെന്ററിംഗ് ഉള്ളതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മോണിറ്ററിംഗ് ചെയ്യാൻ വേണ്ടി ഇൻഡിവിജ്വൽ നിങ്ങൾക്ക് ഒരു മെന്റർ ഉണ്ടാവും. ആ മെന്റർ സഹായത്തോടെ വീക്കിലി ടാർഗറ്റ് ഓറിയന്റഡ് ആയി നിങ്ങൾക്ക് എന്ത് ചെയ്യാം പഠനം ഷെഡ്യൂൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാണ് ഇൻഡിവിജ്വൽ മെന്ററിംഗ് എന്ന് പറയുന്നത്. മെന്ററിംഗ് അടക്കം ഇതിന്റെ കൂടെ ജോയിൻ ചെയ്യാം. അതും നമുക്ക് എന്ത് ഇതിന്റെ ഭാഗമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിയാവുന്നതാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആൾക്കാരോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറുമായിട്ട് ബന്ധപ്പെടാം. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. അപ്പോൾ മറ്റുള്ള ഇത്തരത്തിലുള്ള വീഡിയോ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ ഉടൻ കാണാം. അതുവരേക്കും